ഹായ് ഹലോ ഹോൾ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ്. എന്റെ പേര് ഷാനി ധർമ്മിഷ്. ഇഗ്നോ ഓഫർ ചെയ്യുന്ന BA സൈക്കോളജിയുടെ 2ാം വർഷത്തിൽ ഉൾപ്പെടുന്ന സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്. BPCC 107 ആണ് കോഴ്സ് കോഡ് വരുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്രത്തോളം എക്സാമിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ അയാളെ സഹായിക്കും എന്നുള്ള കാര്യം, അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നമ്മൾ വളരെ വിശദമായിട്ട് അനലൈസ് ചെയ്യും. ഒരുപാട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസും എല്ലാം തന്നെ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണത്. അപ്പൊ ഈ അൾട്ടിമേറ്റ് അനാലിസിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും, അതിൽ തന്നെ റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതാണ്, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതുപോലെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ, പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ, നമ്മൾ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി, അതുപോലെ ലേൺവേഴ്സിന്റെ ഭാഗത്തുനിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല, MSc കൗൺസിലിംഗ് സൈക്കോളജിയിൽ ബിരുദം നേടിയിട്ടുള്ള ലേൺവേഴ്സിന്റെ ഫാക്കൽറ്റി കം മെന്ററായ സുനീറ P. സുലൈമാനാണ്. അപ്പൊ ഇനി അങ്ങോട്ട് സുനീറ മാം പറയുന്നത് വളരെ വിശദമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഹലോ ഓൾ, എൻ്റെ പേര് സുനീറ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BPCC 107, അതായത് സോഷ്യൽ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജൂൺ 2022 മുതൽ ഒരു ജൂൺ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ട ബ്ലോക്സ്, ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ട ടോപ്പിക്സ്, അതുപോലെ യൂണിറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സോഷ്യൽ സൈക്കോളജി എന്നൊരു പേപ്പർ നമ്മൾ ആദ്യം തന്നെ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതൊരു ഭയങ്കര ബ്രോഡായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പൊതുവെ സോഷ്യൽ സൈക്കോളജിയിൽ കുറവാണ്. പകരം ഭയങ്കര ഡൈവേർജ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മളൊരു കണ്ടന്റും അല്ലെങ്കിൽ ഒരു ടോപ്പിക്കും വെറുതെ മിസ് ചെയ്ത് കളയരുത്, ഒഴിവാക്കി കളയരുത്. എല്ലാത്തിലും ഒരു കണ്ണ് വേണം. സത്യം പറഞ്ഞാൽ എല്ലാം ഒന്ന് കവർ ചെയ്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ വായിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പോകുന്ന രീതിയിലായിരിക്കണം സോഷ്യൽ സൈക്കോളജി പഠിക്കേണ്ടത്. എങ്കിലും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി കൂടെ നമുക്ക് സോഷ്യൽ സൈക്കോളജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില ഏരിയാസ് അവർ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ജനറൽ അനാലിസിസ് നോക്കാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ രീതി എങ്ങനെയാണ്, അതിൽ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ അറിയാം. എന്നാലും നമുക്ക് ആ സ്ട്രക്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പം എല്ലാത്തിലും ഒരു 2 സെക്ഷൻ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൊടുത്തിട്ടുണ്ടാവുക, A and B. അപ്പം രണ്ടിൽ ഒന്ന് എന്ന് വെച്ചാൽ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഒന്നിൽ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 300 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഷോർട്ട് ആൻസർ ആണെങ്കിൽ 150 വേർഡ്സിലുമാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് സെക്ഷൻ Aയും Bയും ഉണ്ടാവും. രണ്ടിന്നും മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യണം. അപ്പം ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണ്. 8 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതിൽ ഒന്നിൽ 2ഉം ഒന്നിൽ 3ഉം എന്നുള്ള രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിലെ ടോപ്പിക്സ് എങ്ങനെയാണ് കവർ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം ഒന്നാമത്തത് ബ്രോഡ് ഏരിയാസ് ഉള്ളതാണ്. ആ ഒരു ടോപ്പിക്കാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ബ്രോഡ് ഏരിയാസ് ആണ് ശരിക്കും സോഷ്യൽ സൈക്കോളജി കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഏരിയയുടെ പ്രത്യേകതയാണത്. അത് അത്രയും ബ്രോഡായിട്ട് കിടക്കുന്ന പല ടോപ്പിക്സും ആയതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ ബിഹേവിയർ, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, കൾച്ചറൽ ആസ്പെക്ട്സ്, അതുപോലെ പ്രോ സോഷ്യൽ ബിഹേവിയർ, അഗ്രഷൻ, അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ രീതിയിലെങ്കിലും കവർ ചെയ്ത് പോകുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതേപോലെ തന്നെ തിയററ്റിക്കലും അതേപോലെ ആപ്ലിക്കേഷൻ ആസ്പെക്ട്സും നമ്മൾ നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. തിയററ്റിക്കൽ അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സോഷ്യൽ സൈക്കോളജിയുടെ തിയറീസും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇനി ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ബിഹേവിയൻസ് ഒക്കെ, സോഷ്യൽ ബിഹേവിയൻസ് ഇൻ കൾച്ചറും അതുപോലെ ആട്രിബ്യൂഷനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഒന്ന് നോക്കണം. അപ്പം തിയറിയും ആപ്ലിക്കേഷനും ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മുടെ ടോപ്പിക്സ് കവർ ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോട്ടബിൾ പാറ്റേൺസ് ഓർ ട്രെൻഡ്സ് എന്താ നോക്കാം. നമ്മുടെ സോഷ്യൽ സൈക്കോളജി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് എന്താ പറയുക, റീസെൻ്റ്ലി വന്നിരിക്കുന്ന പല എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ സംഭവങ്ങൾ വെച്ചിട്ടോ ഇഷ്യൂസ് വെച്ചിട്ടോ ഒക്കെ കണക്ട് ചെയ്യാവുന്നതും കൂടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇപ്പോൾ സോഷ്യൽ ബിഹേവിയൻസും പിന്നെ ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ ഇൻഫ്ലുവൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ. സോഷ്യൽ സൈക്കോളജി, ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ ഇൻഫ്ലുവൻസ് അങ്ങനത്തെയൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഈ ഒരു ടോപ്പിക്സിൽ ബന്ധപ്പെടുത്തിയിട്ട് കാണാൻ പറ്റും. ഓക്കെ. ഇനി അതേസമയം തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എല്ലാ വർഷത്തെ അല്ലെങ്കിൽ എല്ലാ സീസണിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഒരു വെറൈറ്റി ഇൻ ഫോക്കസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഫോക്കസ് എന്ന് പറയുന്നത് അതിലും ഒരു ഡിഫറൻസ് കൊടുക്കാറുണ്ട് ഇവർ. ഓക്കെ. പക്ഷേ അതേസമയം തന്നെ ഇവരുടെ ടോപ്പിക്സിലുള്ളൊരു ബാലൻസ് ആണ്. ബാലൻസ് ഓഫ് ടോപ്പിക്സ് എന്നുള്ളത് ഇൻഡിവിജ്വൽ ഫോക്കസും അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഫോക്കസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാലൻസ്, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് കോൺസെപ്റ്റ്, ആട്രിബ്യൂഷൻ അങ്ങനത്തെയൊക്കെ അല്ലേ. ഇനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലോ നമ്മുടെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, കൾച്ചറൽ ആസ്പെക്ട്സ് അങ്ങനെ. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക് നോക്കാം. അതായത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. നമുക്ക് തന്നിട്ടുള്ള ബ്ലോക്ക് വെച്ചിട്ട് ഇപ്പോൾ ടോട്ടൽ നമുക്ക് 5 ബ്ലോക്സ് ആണ് സോഷ്യൽ സൈക്കോളജിയിലുള്ളത് അല്ലേ. അപ്പോൾ ഈ 5 ബ്ലോക്കിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ്, എങ്കിൽ ഓരോ ബ്ലോക്കിനും എത്ര ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് പ്രീവിയസ് ഇയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അങ്ങനെ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ആണ്. ഇതിൽ ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യനും കണ്ടിട്ടില്ല. ജൂണിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഡിസംബർ 2022 ഒരു ക്വസ്റ്റ്യൻ, ജൂൺ 23 എന്ന് വെച്ചാൽ ലാസ്റ്റ് കഴിഞ്ഞു പോയ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ. അപ്പം റിലേറ്റീവ്ലി കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഫസ്റ്റ് ബ്ലോക്കിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് പ്രീവിയസ് ഇയറിൽ കൊടുത്ത് കണ്ടിട്ടില്ല. ഓക്കെ. ഇനി ബ്ലോക്ക് 2 എന്താണ്? സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ്. അത് 2021 ഡിസംബറിൽ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടില്ല. ജൂൺ 22 ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡിസംബർ 22 ഒരു ക്വസ്റ്റ്യനും അവർ ചോദിച്ചിട്ടില്ല. ഇനി ജൂൺ 23 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആദ്യമൊക്കെ തീരെ കൊടുക്കാതെ ഇപ്പോൾ 2021 0, 2022 ഒരു ക്വസ്റ്റ്യൻ, 2022 ഡിസംബറിൽ 0, എന്നിട്ട് ജൂൺ 23 വന്നപ്പോൾ 2 ക്വസ്റ്റ്യൻ ആ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം റിലേറ്റീവ്ലി ഈ പറഞ്ഞതുപോലെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ലാസ്റ്റത്തെ ഒരു എക്സാമിൽ അവർ 2 ക്വസ്റ്റ്യൻ ഈ ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ ബ്ലോക്ക് 3 എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിസംബർ 2021 2 ക്വസ്റ്റ്യൻസ്, 2022 2 ക്വസ്റ്റ്യൻസ്, ഡിസംബർ 2022 3 ക്വസ്റ്റ്യൻസ്, ജൂൺ 2023 3 ക്വസ്റ്റ്യൻസ്. അപ്പം ബ്ലോക്ക് 3 സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരൊറ്റ ഇയറിലും സ്കിപ്പ് ചെയ്യാത്ത വിധം, ഒഴിവാക്കാത്ത വിധം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ബ്ലോക്കാണ് 3rd ബ്ലോക്ക്. ഓക്കെ. ഇനി 4th ബ്ലോക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് അല്ലേ. നമുക്ക് വളരെ റീസെൻ്റ്ലി അല്ലെങ്കിൽ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാവുന്ന ഒരു ബ്ലോക്കാണ് ഈ പറയുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്ത് പോകുന്ന ഒരു ടോപ്പിക് കൂടിയാണ് അല്ലേ. അപ്പോൾ അത് ഡിസംബർ 2021 2 ക്വസ്റ്റ്യൻസും, ജൂൺ 22 2 ക്വസ്റ്റ്യൻസും, ഡിസംബർ 2022 1 ക്വസ്റ്റ്യനും, അതുപോലെ നമ്മുടെ ലാസ്റ്റത്തെ ജൂൺ 23 ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ഗ്രൂപ്പ് എന്താണ്? ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. നമ്മളെ ലാസ്റ്റത്തെ 5th ബ്ലോക്കാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അതിൽ ജൂൺ 2021 ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. 22 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസംബർ 22 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 23 ലാസ്റ്റ് ജൂണിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബ്ലോക്കാണ് സത്യത്തിൽ നമ്മുടെ ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. കാരണം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരു വർഷം ഡിസംബർ 21 ഒറ്റവും ചോദിച്ചിട്ടില്ല, പക്ഷേ ജൂൺ ആയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നത്തെ ഡിസംബറിൽ 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മേ ബി ചോദിക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ 5th ബ്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമുക്ക് ഈ 5 ബ്ലോക്കിലെയും ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 ആണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അല്ലെങ്കിൽ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻസിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒറ്റ ഇയറിൽ പോലും മിസ്സാവാതെ ഒഴിവാക്കാതെ വന്നിട്ടുള്ള 2 ബ്ലോക്കാണ് 3 ആൻഡ് 4. ഓക്കെ. അതായത് സോഷ്യൽ കോഗ്നിഷനും സോഷ്യൽ ഇൻഫ്ലുവൻസും. ഈ റിലേറ്റീവ്ലി സോഷ്യൽ സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഫസ്റ്റത്തെ ബ്ലോക്കിനും, അതുപോലെ സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ബ്ലോക്ക് 2ക്കും പൊതുവെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ റിലേറ്റീവ്ലി ഫ്യൂർ ക്വസ്റ്റ്യൻസ് ആണ് വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ. പക്ഷേ നമ്മുടെ 5th ഗ്രൂപ്പ് ആണെങ്കിൽ 5th ബ്ലോക്ക് ആണെങ്കിൽ നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അതിന് വലിയൊരു റിലേറ്റീവ്ലി ഇമ്പോർട്ടൻസ് കുറവാണെങ്കിൽ പോലും നമ്മളത് ശ്രദ്ധിക്കാതെ പോകരുത്, പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒക്കെ. ഓക്കെ.
ലെസ് ഫ്രീക്വൻറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ പോലും നമ്മളത് ഒഴിവാക്കരുത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്കതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രീതി ഒരു ഓവർലാപ്പിംഗ് ടോപ്പിക്സ് എന്ന രീതിയിലാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു മൊത്തത്തിൽ എല്ലാ സോഷ്യൽ സൈക്കോളജിയുടെ കംപ്ലീറ്റ് നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ രീതിയിലായിരിക്കും നമുക്ക് ആൻസർ വരേണ്ടി വരിക. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ ആൻസർ വരുന്നത് ഒരേ രീതിയിലായിരിക്കും എന്ന തരത്തിലുള്ള ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിച്ച് കണ്ടിട്ടുണ്ട് സോഷ്യൽ സൈക്കോളജിയുടെ പേപ്പറിൽ. ഓക്കെ. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് 2-3 പ്രാവശ്യം മനസ്സിരുത്തി വായിച്ച് കൃത്യമായിട്ട് അതെന്താ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ട്രിക്കി ആയിട്ട് മേ ബി ചോദിച്ചേക്കാം, ഒരിക്കലും ആ ട്രിക്കിൽ വീണു പോകരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ. ഇനി നമുക്ക് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ആൻഡ് തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഫസ്റ്റ് ബ്ലോക്കിലെ 2 യൂണിറ്റ്സ് ആണ്. അതിലെന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. നോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വെയർ ഐഡൻറ്റിഫൈഡ് ഇൻ ദ പ്രൊവൈഡഡ് എക്സാംസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് വൈസ് നോക്കിയപ്പോൾ തന്നെ കണ്ടു, പൊതുവേ ആ ഒരു ബ്ലോക്കിൽ അല്ലേ ഫസ്റ്റത്തെ ബ്ലോക്കിൽ ക്വസ്റ്റ്യൻസ് പൊതുവേ കുറവാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പൊതുവേ കുറവാണ്. അപ്പോൾ ആദ്യത്തെ 2 യൂണിറ്റുകളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ യൂണിറ്റ് അടുത്ത സെൽഫ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് നമ്മൾ ബ്ലോക്ക് 2 വരുന്നതാണ് അല്ലേ. സെൽഫ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് ആൻഡ് സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന 2 യൂണിറ്റുകൾ. ഇതിലും നമുക്ക് അധികം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. മേ ബി നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് സ്കിപ്പ് ചെയ്ത് കളയാം എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. പകരം വേറെ എവിടെയെങ്കിലും ഓവർലാപ്പ് ചെയ്തിട്ട് ചോദിച്ചേക്കാം. സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തിട്ടോ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഓക്കെ. എവിടെയെങ്കിലൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും തിരികെ കയറ്റാൻ പാകത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചു വെക്കണം എന്ന് നമ്മൾ പൊതുവെ പറയില്ല സൈക്കോളജി പഠിക്കുമ്പോൾ. അതേപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട യൂണിറ്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ. ഇനി അടുത്ത നമ്മുടെ 3rd ബ്ലോക്കിലെ സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്ന യൂണിറ്റ് 1 ആയിരിക്കും. ഓക്കെ. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ബിഹേവിയറും സോഷ്യൽ കോഗ്നിഷനും ഇത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ബ്ലോക്കാണ്. അതിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 2 യൂണിറ്റുകളാണ് ഈ 2. ഓക്കെ. ഡിസംബർ 2021 ഓരോന്നിനും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ട്. 22ലും സെയിം ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2022 3 ക്വസ്റ്റ്യൻസ് ആണ്, 2 യൂണിറ്റിലും കൂടെ 3 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. 23ലാണെങ്കിലും അതേപോലെ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു 2 യൂണിറ്റ്സ് ആണ് നമ്മുടെ 3rd ബ്ലോക്കിലെ 1 and 2. ഓക്കെ. ഇനി യൂണിറ്റ് 3 ആണെങ്കിലോ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. അതിൽ നമുക്ക് 2022 ജൂണിലും ഡിസംബർ 2022 ഓരോ ക്വസ്റ്റ്യൻ വീതവും ജൂൺ 2023 2 ക്വസ്റ്റ്യൻസും ഈ യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നോക്കുക, എല്ലാ യൂണിറ്റും ഇമ്പോർട്ടൻസ് ആണ് ബ്ലോക്ക് 3യിലത്. ഓക്കെ. ഇനി അടുത്തതാണ് നമ്മുടെ ബ്ലോക്ക് 4ലെ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻഫ്ലുവൻസിൻ്റെ ഒരു യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റ് എടുക്കുകയാണെങ്കിലും ഡിസംബർ 2021 ജൂൺ 2022 ഡിസംബർ 2022 ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2023 മാത്രമാണ് 0 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്തത്. അപ്പോൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന യൂണിറ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ. ഇനി അടുത്തതാണ് നമ്മുടെ അഗ്രഷൻ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന യൂണിറ്റ്. അഗ്രഷൻ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് അത് 2022 ഡിസംബറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കണ്ടിട്ടുണ്ട്. ഓക്കെ. പക്ഷേ അഗ്രഷനും സോഷ്യൽ ഇൻഫ്ലുവൻസും ഒക്കെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ ഒക്കെ നമ്മൾ പൊതുവെ ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ബിഹേവിയർ ആണ് അല്ലേ അഗ്രസീവ് ബിഹേവിയർ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനും ഒരുപാടുണ്ടാവും, ജനറലൈസ് ചെയ്ത് എഴുതാനും ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളതെന്ന് ജസ്റ്റ് വായിച്ചു പോവുക, മനസ്സിലാക്കി വെക്കുക. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് നമുക്ക് എഴുതാൻ കഴിയണം. ഓക്കെ. ഇനി യൂണിറ്റ് 3 എടുക്കുകയാണെങ്കിലോ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ഇൻഫ്ലുവൻസ് ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ യൂണിറ്റ് 3. അതിൽ ഇതുവരെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ അതും ഈ പറഞ്ഞ പോലെ മേ ബി വന്നേക്കാം, പ്രത്യേകിച്ച് പ്രോ സോഷ്യൽ ബിഹേവിയർ. ഓക്കെ. പ്രോ സോഷ്യൽ ബിഹേവിയർ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ റീസെൻ്റ്ലി ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അല്ലേ പ്രോ സോഷ്യൽ ബിഹേവിയറിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാൻ പാകത്തിൽ മനസ്സിലാക്കി വെക്കുക. സെയിം അഗ്രഷൻ പോലെ തന്നെ പ്രോ സോഷ്യൽ ബിഹേവിയർ. ഇനി അടുത്താണ് നമ്മുടെ 5th ബ്ലോക്ക്
ഗ്രൂപ്പ് പ്രോസസ്സസ് യൂണിറ്റ് 1 ആണ് ഗ്രൂപ്പ് പ്രോസസ്സസ്. ഇത് ഡിസംബർ 2022 കഴിഞ്ഞ വർഷത്തെ ഡിസംബറിലെ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ യൂണിറ്റ് 2 എടുക്കുകയാണെങ്കിൽ ലീഡർ ആൻഡ് ലീഡർഷിപ്പ് അല്ലേ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അധികം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. കഴിഞ്ഞ ഇതേ വർഷത്തെ ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് വൈസ് അനാലിസിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അതായത് സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുന്ന യൂണിറ്റും അതേപോലെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുന്ന യൂണിറ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, പിന്നെ റിലേറ്റീവ്ലി ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു യൂണിറ്റിന് അത്ര കണ്ടിട്ടില്ലെങ്കിലും മറ്റുള്ള ടോപ്പിക്സിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റ്സിൻ്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ അതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ 3rd ബ്ലോക്കിലെ എല്ലാ യൂണിറ്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഇനി സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന അല്ലേ, സോഷ്യൽ കോഗ്നിഷൻ അതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് നമുക്ക്. അത് ഏകദേശം എന്താ പറയുക, നമ്മൾ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ എടുത്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഇയറിൽ കണ്ടിട്ടില്ലെങ്കിലും അടുത്ത ഇയറിൽ കാണാം എന്ന രീതിയിലാണ്. പക്ഷേ ഡിസംബർ 2021 മുതൽ 2022 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ ബേസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അഗ്രഷനും സോഷ്യൽ ഇൻഫ്ലുവൻസും എന്ന് പറയുന്നത് അതുപോലെ യൂണിറ്റ് പിന്നെ ലാസ്റ്റത്തെ ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ്സ് ഉണ്ടല്ലോ, ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒക്കെ, അതൊക്കെ പൊതുവേ കുറവാണ്, റെപ്രസെൻ്റ് ചെയ്ത് കണ്ടിട്ടില്ല. പൊതുവേ നമ്മൾ ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ കണ്ടിട്ടില്ല. പക്ഷേ അതുകൊണ്ട് അത് ഒഴിവാക്കിയേക്കാം എന്ന് വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്സും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി മിക്ക യൂണിറ്റ്സും ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്ക യൂണിറ്റ്സും നമ്മൾ എടുത്ത് നോക്കുമ്പം ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, മറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമുക്ക് പല യൂണിറ്റിനെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻവോൾവ് ചെയ്യുന്നത് കാണുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ്. വേറെ എന്തിനോടെങ്കിലും ചേർത്ത് വന്നേക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ അണ്ടറിൽ ഒരു സബ് പാർട്ട് പോലെ അല്ലെങ്കിൽ ഒരു സബ് ടോപ്പിക്ക് പോലെ വന്നേക്കാം. ഒരു യൂണിറ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒരേപോലെ ചോദിച്ചോളന്നില്ല. വേറെ ഏതെങ്കിലും യൂണിറ്റത്തെയും കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്ലോക്കത്തെയും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് നമ്മളൊരു കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വീണ്ടും പറയുന്നു, നിങ്ങൾ അവരുടെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ട്രിക്കിൽ പെട്ടുപോകരുത്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ നോക്കിയതനുസരിച്ച് ഫസ്റ്റത്തെ ബ്ലോക്കിലെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, അത് നമ്മൾ ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഡിസംബർ 2021 കണ്ടിട്ടുള്ളൂ. അതുപോലെ ജൂൺ 2023 ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ജൂൺ 2023 ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് കണ്ടത്. ഈ സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജൂൺ 2022 അതുപോലെ ജൂൺ 2023 ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സോഷ്യൽ കോഗ്നിഷൻ ആണെങ്കിൽ നമ്മൾ പല പ്രാവശ്യമായി റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ടോപ്പിക്കാണ് സോഷ്യൽ കോഗ്നിഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഒരു ഫോക്കസ് എക്സ്ട്രാ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും ഡിസംബർ 2021 ഡിസംബർ 2022 അതുപോലെ നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം ജൂൺ 2023 ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് പൊതുവേ കുറവാണ്. 2022 ജൂൺ 2023 ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ അതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസ് എടുക്കുകയാണെങ്കിലും 2021 ഡിസംബറിൽ ഒരു ക്വസ്റ്റ്യൻ, ജൂൺ 2022 ഡിസംബർ 2022 ഒക്കെ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കണ്ടിട്ടുള്ളത്. ഇതും ഈ പറഞ്ഞതുപോലെ മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എന്ന രീതിയിലായിരിക്കും ഓരോ ടോപ്പിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് സോഷ്യൽ കോഗ്നിഷൻ ലൈക്ക് സ്കീമ, അട്രിബ്യൂഷൻ, ഹ്യൂറിസ്റ്റിക്സ് ആൻഡ് ആർ കൺസിസ്റ്റൻ്റ്ലി പ്രസൻറ്റ് അക്രോസ് എക്സാം. അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് നോക്കുക. ഓക്കെ, ഇനി സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അല്ലേ. അപ്പോൾ അതും നമ്മൾ ജൂൺ 2023 നമ്മൾ കണ്ടിട്ടുള്ളത്, ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്, കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഫസ്റ്റത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി അതുപോലെ തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന ടോപ്പിക്സ് ആണ് അതൊക്കെ അല്ലേ. അതൊന്നും അധികം നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് കണ്ടിട്ടില്ല, എവിടെയും അധികം ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ ഓവർലാപ്പ് ചെയ്ത് വരുന്നതിന് ശ്രദ്ധിക്കണം.
ഓക്കെ. പിന്നെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, അതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പൊതുവേ കുറവാണ്, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കുറവാണ്. 2022 ഡിസംബറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. ഇനി അപ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. പക്ഷേ അതേപോലെ തന്നെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ടോപ്പിക്സും പലതും ഉണ്ട്. ഡയറക്റ്റ് ചോദിച്ചിട്ടില്ലെങ്കിലും മറ്റു പല വിധത്തിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ കൂടെയൊക്കെ ചോദിച്ചേക്കാം. അതിന് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒന്നും വിട്ട് കളയരുത്, സ്കിപ്പ് ചെയ്ത് കളയരുത്, എല്ലാം വായിച്ച് പോകാം. ഓക്കെ. ഇനി നമുക്ക് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ഒന്ന് നോക്കാം. ഓരോ യൂണിറ്റിലും എത്ര മാർക്ക് വെച്ചിട്ടാണ് ഓരോ യൂണിറ്റിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിലെ 2 യൂണിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 0 മാർക്കാണ് അതിൽ വരുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്കിൽ 2 യൂണിറ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ല. അതുകൊണ്ട് അതിലും നമ്മൾ 0 മാർക്സാണ് വന്നിട്ടുള്ളത്. ഇനി തേർഡ് ബ്ലോക്കിൽ സോഷ്യൽ കോഗ്നിഷനും അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്ന യൂണിറ്റ് 1 and 2 അല്ലേ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഡിസംബർ 2021 ജൂൺ 2022 10 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഡിസംബർ 2022 ജൂൺ 2023 3 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ 30 അല്ലേ, 30 മാർക്കിന് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇനി യൂണിറ്റ് 3യിൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുന്ന യൂണിറ്റാണ് അല്ലേ നമ്മുടെ തേർഡ് ബ്ലോക്കിൽ വരുന്നത്. ഇവിടെ നമുക്ക് ജൂൺ 2022 ഡിസംബർ 2022 ഓരോ ക്വസ്റ്റ്യൻ 10 മാർക്ക് വെച്ച് ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2023 ആയപ്പോൾ 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന യൂണിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലോ 2021 ഡിസംബറിൽ 10 മാർക്കിനും 2022 ജൂണിൽ 10 മാർക്കിനും 2022 ഡിസംബറിൽ 10 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ടൊരു റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഏത് ചെറിയ മാർക്കിലാണെങ്കിൽ പോലും. ഓക്കെ. ഇനി അഗ്രഷനും സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഡിസംബർ 2022 മാത്രമാണ് അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, പക്ഷേ 10 മാർക്കിന്. ഓക്കെ. ഇനി ഇന്റർപേഴ്സണൽ അട്രാക്ഷനും സോഷ്യൽ ബിഹേവിയറും അതും ഡയറക്റ്റ് ആയിട്ട് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ. ഈ ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മുടെ ഗ്രൂപ്പ് പ്രോസസ്സും ലീഡർ ആൻഡ് ലീഡർഷിപ്പും രണ്ടിനും നമുക്ക് ഡിസംബർ 2022 10 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതിന്ന് സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ തേർഡ് ബ്ലോക്കിൽ സോഷ്യൽ കോഗ്നിഷന് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജും കണ്ടിട്ടുള്ളത്, അത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തും കണ്ടിട്ടുള്ളത്. അപ്പം നിർബന്ധമായിട്ടും അത് നമ്മൾ എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് നോക്കണം. ഓക്കെ. ഇനി ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുന്നതും സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതും കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല മാർക്കിൻ്റെ ഒരു മാർജിനിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ. ചില പേപ്പേഴ്സ് അതുപോലെ ചില യൂണിറ്റ്സിന് 0 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എവിടെയും കണ്ടിട്ടില്ല, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ 2 യൂണിറ്റൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ. ഇനി ഇത്രയും നമ്മൾ നോക്കിയത് വെച്ചിട്ട് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആൻഡ് ടോപ്പിക്സ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് BPCC 107 കണ്ടിട്ടുള്ള ഒരു കാര്യം സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ. ഓക്കെ. സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം മനസ്സിലാവാം. 2 കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നോക്കണം. ഒന്നാമത്തത് ഈ ഒരു ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ്, സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ കാര്യം, പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോഷ്യൽ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് കാണാൻ നമുക്ക് ഒരേപോലെ, നമുക്ക് മറ്റ് സബ്ജക്ട്സിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പം ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നത് കാണാം. പക്ഷേ സോഷ്യൽ സൈക്കോളജിക്കാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് വേരിയസ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഡൈവേഴ്സ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഡൈവേഴ്സ് ടോപ്പിക്കും വീണ്ടും വീണ്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സോഷ്യൽ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയറിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ വരാനിരിക്കുന്ന എക്സാമിൻ്റെ ഒരു പ്രഡിക്ഷൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, അതിൻ്റെ ഒരു എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ.
ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ വരുന്നത് നമ്മുടെ സോഷ്യൽ കോഗ്നിഷൻ ടോപ്പിക്സ് ആണ്. സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ ടോപ്പിക്സിനാണ് നമുക്ക് ഏറ്റവും ഒരു പ്രോബബിലിറ്റി കൂടുതൽ വരുന്നത്. അപ്പോൾ ലൈക്ക് സ്കീം, ആട്രിബ്യൂഷൻ, ഹ്യൂറിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മൾ റീസെൻറ്റ് എക്സാംസിലൊക്കെ വീണ്ടും കണ്ടുവന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ ഒരു പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്ക് സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് അതിൻ്റെ ടോപ്പിക്സും ആണ്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്ന സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ്. സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഒരു എന്താ പറയുക, കൺസെപ്റ്റ് ഓഫ് സെൽഫ് എന്നൊക്കെ പറയുന്ന സെൽഫിനും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിനും നമുക്ക് ഒരു പ്രോബബിലിറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ഫോർമേഷൻ, ചേഞ്ച്, അങ്ങനെയൊക്കെയുള്ള കുറേ അതിൽ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഒരു റീസെൻറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, പല വിധത്തിൽ റെപ്രസെൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം അതിനും നമുക്കൊരു പ്രോബബിലിറ്റി കൊടുക്കാം. ഓക്കെ, ഇനി സോഷ്യൽ ഇൻഫ്ലുവൻസ്. സോഷ്യൽ ഇൻഫ്ലുവൻസിൽ നമ്മളെ കംപ്ലയൻസ്, കൺഫ്യൂമിറ്റി, അഗ്രഷൻ അങ്ങനത്തെയൊക്കെ ഉണ്ട് അല്ലേ. വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ വളരെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് പോകുന്ന കുറേ കാര്യങ്ങളാണ് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിരിക്കും എഴുതാനും, നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടെയാണ്. അതും നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും അപ്പിയർ ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു പ്രോബബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് നമുക്ക് ഒരു വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം എന്താണ്, ഇതുവരെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ വളരെ കുറവാണ് നമ്മുടെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. വളരെ കുറവ് ഭാഗത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു സോഷ്യൽ ഈ പ്രാവശ്യത്തെ എക്സാമിൽ ചോദിച്ചേക്കാം. നമുക്കറിയാം അല്ലേ, സോഷ്യൽ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷത്തേൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി. തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജിയും നമുക്കറിയാം നമ്മുടെ കണ്ടുവന്നിട്ടുള്ളത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത് വളരെ കുറവാണ്. പക്ഷേ നമ്മൾ സോഷ്യൽ സൈക്കോളജി പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അല്ലേ. തിയറീസ് എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നു, എന്തുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ ബിഹേവിയൻസ് ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്തുകൊണ്ടാണ് എന്നതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒരു പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് പല ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പല ടോപ്പിക്സും ഓവർലാപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ഓക്കെ, പല ക്വസ്റ്റ്യൻസിലും പല ടോപ്പിക്സ് ഡിഫറെൻ്റ് ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ വേണം ഈ ഒരു സബ്ജക്റ്റിനെ നോക്കിക്കാണാൻ. ഓക്കെ, ഇനി ഏറ്റവും ഹൈ പ്രോബബിലിറ്റി നമുക്ക് കാണാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് സോഷ്യൽ കോഗ്നിഷൻ, സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മോഡറേറ്റ് പ്രോബബിലിറ്റി കൊടുക്കാവുന്നതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, അതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസ്. ലോവർ പ്രോബബിലിറ്റി ഉള്ളതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി. എങ്കിലും നമ്മൾ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കിയത് വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ബ്ലോക്ക് ഏതൊക്കെയാണ്, അതുപോലെ ഒരു പ്രോബബിൾ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കിയില്ലേ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഇനി ഫൈനൽ ഒരു ലാസ്റ്റ് റിവിഷന് വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമത്തത് കീ ഏരിയാസ് ആയിട്ടുള്ള, നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിലെ കീ ഏരിയാസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. സോഷ്യൽ കോഗ്നിഷൻ, സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതിനൊരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. അതൊന്നും നമ്മൾ നോക്കിയതൊക്കെ വീണ്ടും ഓർമ്മയിലുണ്ടല്ലോ, മറന്നു പോയിട്ടില്ലല്ലോ എന്നൊക്കെ ഒന്നുകൂടെ ഉറപ്പുവരുത്തുക. ഓക്കെ, അതേപോലെ ബ്രോഡ് തീംസിനെ നമ്മൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഓവർലാപ്പിംഗ് ടോപ്പിക്സ് ആണ് നമ്മൾ റിപ്പീറ്റ്ലി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ഒന്നുകൂടെ ഒരുമിച്ചുള്ളൊരു മനസ്സിലാക്കൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ നടത്തി വെക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ റീസെൻറ്റ് ട്രെൻഡ്സ് വെച്ചിട്ടും ഇപ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, അതിനൊക്കെ നമുക്ക് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. റീസെൻ്റ്ലി ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സാണ്, അതിനും ഒരു എക്സ്ട്രാ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗ്രൂപ്പ് ഡൈനാമിക്സ്, അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് അധികം കണ്ടുവന്നിട്ടില്ലാത്ത ടോപ്പിക്സാണ്. പക്ഷേ എന്ന് വെച്ചാലും നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യരുത്. എവിടെയെങ്കിലൊക്കെ സബിൽ ചോദിച്ചാലോ ഓവർലാപ്പ് ചെയ്ത് ചോദിച്ചാലോ ഒന്നും എഴുതാൻ പറ്റാത്ത പോലെ ആയി പോകരുത് നമുക്ക്. അതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത്. നമുക്കൊന്നും കൂടെ ഒരു എന്താ പറയുക, എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക അല്ലേ, എന്താണത് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ,
ഇനി നമുക്ക് ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് ലേൺ വൈസിൻ്റെ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം സോഷ്യൽ സൈക്കോളജി നമുക്ക് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 hours ആയിരിക്കും അല്ലേ എക്സാമിന് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സെക്ഷൻ എയിൽ നോക്കാം. സെക്ഷൻ എ എന്ന് പറയുമ്പോൾ 300 വേർഡ്സിൽ എഴുതേണ്ടതാണ് അല്ലേ. അപ്പോൾ അതിൽ 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എഴുതാമെന്നുള്ള രീതിയിലായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് സ്കീമാസ് ഓൺ സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് പേഴ്സൺ പെർസെപ്ഷൻ, ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. രണ്ടാമത്തേണ് ഡിസ്ക്രൈബ് വേരിയസ് തിയറീസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആൻഡ് ദെയർ ആപ്ലിക്കബിലിറ്റി ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ. Explain the concept of self in a social context. How does social identity shape individual behavior? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. 150 വേർഡ്സ് ഈച്ച് വെച്ചിട്ട് എഴുതുക. ഹ്യൂറിസ്റ്റിക്സ് ഇൻ സോഷ്യൽ കോഗ്നിഷൻ, ദ റോൾ ഓഫ് ആട്രിബ്യൂഷൻ ഇൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, 2-3 തവണ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നോക്കുമ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ടും ഈ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൻ്റെ ബേസിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ഇനി സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് എന്താണ്? ഒന്നാമത്തെ ഡിസ്കസ് ദ സൈക്കോളജിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ കംപ്ലയൻസ് ആൻഡ് കൺഫോമിറ്റി. പ്രൊവൈഡ് റിലവൻറ്റ് എക്സാമ്പിൾസ്. കംപ്ലയൻസ് ആൻഡ് കൺഫോമിറ്റി സോഷ്യൽ ഇൻഫ്ലുവൻസിൽ വരുന്ന ടോപ്പിക്സ് ആണ് അല്ലേ. ഡിസ്കസ് ദ സൈക്കോളജിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ കംപ്ലയൻസ് ആൻഡ് സോഷ്യൽ കൺഫോമിറ്റി. ഇനി രണ്ടാമത്തെയാണ് എലോബറേറ്റ് ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഓൺ ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഹൗ ഡു ലീഡേഴ്സ് ഇമ്പാക്ട് ഗ്രൂപ്പ് ബിഹേവിയർ. ഗ്രൂപ്പ് ഡൈനാമിക്സിനെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് കൾച്ചറൽ ഡിഫറൻസസ്. ഹൗ ഡസ് കൾച്ചർ ഷേപ്പ് സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. The bystander effect in social psychology, trends and changes in attitude formation in contemporary society. അപ്പം ഇത്രയാണ് നമ്മളൊരു ലേൺ വൈസിൻ്റെ ഒരു പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള 8 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏകദേശം നമുക്ക് ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടെ നിങ്ങൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് സ്കീമാസ് ഓൺ സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് പേഴ്സൺ പെർസെപ്ഷൻ, ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിനെങ്ങനെയായിരിക്കണം ആൻസർ വരേണ്ടത് എന്ന തരത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അതിനനുസരിച്ചൊന്ന് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം 107 BPCC 107 നമ്മുടെ സോഷ്യൽ സൈക്കോളജി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ല ഒരു എക്സാം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ ഒന്നും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ടോപ്പിക്സിനും അതുപോലെ ബ്ലോക്കിനൊക്കെ ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിൽ ഒന്നുകൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റട്ടെ, സിമ്പിൾ ആവട്ടെ എക്സാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സുനീറ മാം പറഞ്ഞത് വളരെ വിശദമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു. നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി. അതുപോലെ നിങ്ങൾ പരീക്ഷയിൽ അത് മികച്ച രീതിയിൽ ഉപയോഗപ്രദമാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ ലേൺ വൈസിന്റെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രധാനമായിട്ടും ഈ ഒരു പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വരാൻ നമ്മൾ സാധ്യത കാണുന്നത്. ഓക്കെ, അതുപോലെ എക്സാം കഴിഞ്ഞാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിൽ നിന്ന് ഏതൊക്കെ വന്നു ഏതൊക്കെ വന്നില്ല, എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു രീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്താം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് ലേൺ വൈസിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സ് ആണ് ലേൺ വൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. നിലവിൽ 11 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സുകളും കാണാം. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുത്തു, നിങ്ങൾക്ക് മികച്ചൊരു കോച്ചിങ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം. നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 7592939616. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇത്തരത്തിൽ അഡ്മിഷന് വേണ്ടി തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തവരായിട്ടുണ്ടെങ്കിൽ മികച്ച കോച്ചിങ്ങിനായിട്ട് ലേൺ വൈസിന്റെ നമ്പറും മറ്റു ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. learnwise.co അല്ല .co ആണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരുപാട് വീഡിയോ ലെക്ചേഴ്സും സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഒക്കെ ഒരു കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. തൽക്കാലം ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഒട്ടും വൈകാതെ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.